പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് ഇപ്പൊ മൻസൂർ സാർ ഈ ഒരു മൂവിയില് പാട്ട് ലിറിസിസ്റ്റ് അല്ലേ? അപ്പൊ എങ്ങനെ പാട്ടുകൾ എഴുതാറുണ്ട് മുന്നേ? ആദ്യമായിട്ടാണ് ഞാൻ എഴുതാറുണ്ട് പല പാട്ടല്ല. അപ്പൊ ഈ പാട്ട് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും അതുപോലെ സംവിധായകനും ഇതിന്റെ പ്രൊമോഷൻ സോങ് എങ്ങനെയായിരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ പഴയ ടൂണിൽ ഒരു പാട്ട് അതിൽ കുറച്ച് പുതിയ ടൂൺ കൂടി ചേർത്ത് ഒരു പാട്ട് വേണം. അപ്പൊ എന്നോട് നിങ്ങൾ എഴുതാറുണ്ടല്ലോ, എന്തുകൊണ്ട് അങ്ങനെ ഡയറക്ടർ പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു ശ്രമം നടത്തിയത്. അങ്ങനെയാണ് ഈ പ്രൊമോഷൻ സോങ് പാടുന്നത്. അപർണ മണപ്പുരി എന്ന മലയാളി അല്ലാത്തൊരു അമേരിക്കക്കാരിയാണ് പ്രത്യേകതയുണ്ട്. അതായത് ഈ പ്രൊമോഷൻ സോങ് ജനിക്കുന്നത് അങ്ങനെയാണ്. സംവിധായകൻ പറയുകയാണ് എന്നോട്, നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്തൂടെ. സംഗീത സംവിധായകൻ കൂടി സഹകരിച്ചപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ആ ഒരു രാത്രി ഇരുന്ന് ഈ കഥയുമായി ചേർത്തുകൊണ്ട് വന്ന ഒരു പാട്ടാണിത്. അതിൽ ട്യൂണുകൾ ഏതായാലും ഇന്ന് റിലീസാകാൻ പോവുകയാണ്. അതിൻ്റെ ട്യൂണ് അതിനനുസരിച്ച് അതിൽ പഴയ ഒരു മലയാളം പാട്ടിൻ്റെ ട്യൂണുണ്ട്, അതോടൊപ്പം പുതിയൊരു ട്യൂണിലും കൂടി ആയിട്ട് വന്നിട്ടാണ്. ഇപ്പൊ ഈ പഴയ ആ ഒരു ട്യൂണിന് പറഞ്ഞല്ലോ മലയാള സോങ്സിന്റെ, ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അത് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ. തീർച്ചയായിട്ടും അങ്ങനെ മൊത്തത്തിൽ നമുക്ക് അടിച്ചാക്ഷേപിക്കാൻ പറ്റില്ല. നല്ല പാട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ അതൊരു അതിപ്രസരം, മറ്റതിന്റെ ബഹളത്തിന്റെ അതിപ്രസരത്തിനിടയിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നേ ഉള്ളൂ. ചില നല്ല പാട്ടുകൾ വരുന്നുണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ അന്ന് കാലത്ത് അങ്ങനെയായിരുന്നില്ല. അന്ന് കാലത്ത് അധികവും നല്ല പാട്ടുകളായിരുന്നു. പക്ഷെ ഇപ്പത്തെ തലമുറകൾക്ക് മെലഡി എന്നുള്ളതിനേക്കാളും റാപ്പ് സോങ് ആണ് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇതിലും നമ്മൾ റാപ്പും ചേർക്കുന്നുണ്ട്. പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അവരെ ആകർഷിക്കേണ്ടത് ഇതിനിടയിലേക്ക് റാപ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് തലമുറകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പഴയതും ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പ്രൊമോഷൻ സോങ്ങിലൂടെ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ആ സിനിമ വന്ന് കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നതോടുകൂടിയാണ് എന്താണ് ഈ സിനിമ പ്രേക്ഷകനോട് കൺവേ ചെയ്യുന്നത്. ആ സിനിമ ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, ബോറടിക്കില്ല. നല്ല സുന്ദരമായി ഇരുന്ന് കുടുംബത്തോടൊപ്പം കാണാൻ പറ്റും. ഇപ്പത്തെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ വരുന്ന കുറെ മൂവീസ് വൻ കൊമേഴ്ഷ്യലി ഹിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു മൂവി ചെയ്യുമ്പോൾ അങ്ങനെ കൊമേഴ്ഷ്യലി ഹിറ്റ് ആവണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എപ്പോഴും മൂവി പ്രൊഡ്യൂസ് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മൂവി ചെയ്തെന്നില്ലായിരിക്കാം. കൊമേഴ്ഷ്യലായിട്ടുള്ളത് മാത്രമായിരുന്നില്ല താല്പര്യം, നല്ലൊരു സിനിമ ചെയ്യണം. നല്ലൊരു സിനിമ. അതിൽ പ്രത്യേകിച്ചൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, നമുക്ക് ഇന്ന് എത്ര സിനിമകൾ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിരുന്ന് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റും. ഇന്ന് വളരെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത, തലയൊക്കെ അടിച്ച് തകർക്കുന്ന രീതിയിലുള്ള വയലൻസുകൾ, പിന്നെ അതുപോലെ മറ്റു പലതും പറയേണ്ടതില്ലാത്ത രീതിയിൽ കാണിക്കുന്ന ചിത്രങ്ങളായിരുന്നു അധികം വരുന്നത്. കുട്ടികൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെയായിട്ട് അതൊക്കെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഏതായാലും നമുക്ക് പറ്റില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നല്ലൊരു സിനിമയായിരിക്കണം. പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ അന്ന് സ്കൂളിൽ അധ്യാപിക പോലുള്ള സിനിമകളൊക്കെ കൊണ്ടുവന്ന് പ്രൊജക്ടറിൽ വന്ന് കാണിച്ചിരുന്നൊരു കാലമുണ്ട്. ചില നല്ല സിനിമകൾക്ക് തിയേറ്ററിലേക്ക് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയിരുന്നൊരു കാലമുണ്ട് എൻ്റെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്. ഇന്ന് അതുപോലെയൊക്കെ കൊണ്ടുപോകാൻ വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നമ്മുടെ പേരൻസിന് പോലും കൊണ്ടുപോകാൻ പറ്റുന്ന പടങ്ങൾ അത്രയുണ്ട്. അങ്ങനെ ഒരു ചിന്ത കൂടിയും ഈ ഒരു സിനിമയുടെ പിറകിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെറാപ്പിയാണ്. തെറാപ്പി എന്ന് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് ആ സിനിമയിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ബാലനടൻ ഒരു അത്ഭുത ബാലൻ എന്നുള്ള രീതിയിലാണ്. അതായത് വളരെ കുസൃതിക്കാരനും അതുപോലെ ഹൈപ്പർ ആക്റ്റീവുമായ ഒരു ബാലന് സംഭവിക്കുന്ന പരിണാമമാണ്. ആ പരിണാമത്തിന് കാരണമായിത്തീരുന്നത് ഈ നിർമ്മിത ബുദ്ധിയാണ്. ഈ നിർമ്മിത ബുദ്ധിയായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിരേഷൻ വലുതാണ് കുട്ടികൾക്ക്. അങ്ങനെ ഒരു ഇൻസ്പിരേഷൻ ആയിട്ട് ഈ പടം മാറും, മോണിക്ക ഒരു സ്റ്റോറി മാറും എന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. കമേഴ്ഷ്യൽ സക്സസ് എന്ന് പറഞ്ഞാൽ പിന്നീട് അതൊക്കെ പുറകെ വരുന്നതാണ്. നമുക്ക് ക്രിയേറ്റീവ് ഹാപ്പിനെസ് അതാണ് മെയിൻ. അതായത് ഞാൻ എപ്പോഴും ഹാപ്പിനെസിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നതും ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും പറയും നമ്മൾ ഫിസിക്കലി ഹെൽത്ത് ആയിരിക്കണം, ശാരീരികമായിട്ട് വളരെ ആരോഗ്യം. അത് മാത്രമല്ല, നമുക്ക് ഇമോഷണൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത്. ഇങ്ങനെ 3 ഹെൽത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഈ സിനിമ കാണുമ്പോൾ കിട്ടുമ്പോൾ അത് അവരുടെ ഇമോഷണൽ ഹെൽത്ത് നന്നാക്കി എടുക്കുന്നുണ്ട്.